ഹലോ, ഗുഡ് ഈവനിങ് എവരിവൺ. ഐ എം ഡോക്ടർ ശ്രീലേഖ, കുട്ടികളുടെ സ്പെഷ്യലിസ്റ്റാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ബ്രസ്റ്റ് ഫീഡിങ് എങ്ങനെ ചെയ്യാമെന്നുള്ളത്. പ്രോപ്പറായിട്ടുള്ള ബ്രസ്റ്റ് ഫീഡിങ് എന്ന് വെച്ചാൽ കറക്റ്റായിട്ട് ബേബിക്ക് അമ്മയ്ക്ക് കംഫർട്ടബിളായിട്ട് എങ്ങനെ ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യണം. അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബേബീൻ്റെ തലയും കഴുത്തും ബോഡിയും എല്ലാം നമ്മൾ സപ്പോർട്ട് ചെയ്ത് പിടിച്ചിട്ടുണ്ടാവണം, സ്ട്രെയിറ്റ് ലൈനിൽ പിടിച്ചിട്ടുണ്ടാവണം. പിന്നെ നമ്മളുടെ ബ്രസ്റ്റിലേക്ക് തല മൊത്തം തിരിഞ്ഞിട്ടുണ്ടാവണം. ബേബിയുടെ അബ്ഡമനും അമ്മേൻ്റെ വയറും ബേബിയുടെ വയറും ടച്ച് ചെയ്തിട്ടുണ്ടാവണം. സ്ട്രെയിറ്റ് ലൈനിൽ ട്വിസ്റ്റ് ഒന്നും അല്ലാണ്ട് ബേബീനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവണം പ്രോപ്പറായിട്ട്. ഇതാണ് ബേബിയുടെ പൊസിഷൻ. പിന്നെ ബേബി എങ്ങനെയാണ് ബ്രസ്റ്റിൽ പിടിക്കുന്നത്, അതിനെ നമ്മൾ ലാച്ചിങ് എന്ന് പറയുന്നത്. അത് അങ്ങനെയാണ് പ്രോപ്പറായിട്ട്. എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിപ്പിളിന് മാത്രമായിട്ട് സക്ക് ചെയ്യാൻ പാടില്ല. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. നിപ്പിളിൻ്റെ ചുറ്റുള്ള കറുത്ത പോർഷൻ നമ്മൾ പറയുന്നത് ഏരിയോള എന്ന്. ഏരിയോളേനെ കൂടെ കറക്റ്റായിട്ട് പിടിച്ചിട്ടുണ്ടാവണം. അത് ഫുള്ള് ബേബീൻ്റെ വായിലിരിക്കണം. അങ്ങനെ ഇരിക്കണമെങ്കിൽ ബേബി നല്ല വൈഡായിട്ട് വായ തുറന്നിട്ടുണ്ടാവണം. ഏരിയോളേനെ ഫുള്ള് കവർ ചെയ്യണം. അത് ഏരിയോളേനെ തന്നെ അപ്പർ പോർഷൻ ബേബിക്ക് കവർ ചെയ്യാൻ പറ്റില്ല, കുറച്ച് പോർഷൻ കവർ ചെയ്യാണ്ടുണ്ടാവും, അത് ഓക്കെ. പിന്നെ ബേബീൻ്റെ ചിന്ന് വന്നിട്ട് അടിഭാഗം വന്നിട്ട് ബ്രസ്റ്റിൽ തട്ടിട്ടുണ്ടാവും. പിന്നെ ലോവർ ലിപ്പ് നല്ലോണം തുറന്നിട്ടുണ്ടാവും. ഇതാണ് ഐഡിയൽ പൊസിഷൻ. ബേബി എങ്ങനെയാണ് കുടിക്കുന്നത്, അങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കുടിക്കുന്ന ബേബിക്ക് കറക്റ്റായിട്ട് എങ്ങനെ വെയിറ്റ് ഗെയിൻ വരുന്നുണ്ടോ, ബ്രസ്റ്റ് മിൽക്ക് കറക്റ്റായിട്ട് കുട്ടിക്ക് കിട്ടുന്നുണ്ടോ, അഡിക്വേറ്റ് സെക്രീഷൻ ഉണ്ടോ എന്ന് എങ്ങനെ മനസ്സിലാവും. കുട്ടിയുടെ നമുക്ക് നോക്കുമ്പോൾ കുട്ടി പാൽ കുടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 2 മണിക്കൂർ നല്ല സമാധാനമായിട്ട് ഉറങ്ങുന്നുണ്ട്. ഒരു 6 to 8 ടൈംസ് മൂത്രം ഒഴിക്കുന്നുണ്ട്, മോശം പോകുന്നുണ്ട്. അങ്ങനെയൊക്കെയാണെങ്കിൽ അഡിക്വേറ്റ് ആയിട്ട് ബേബിക്ക് ബ്രസ്റ്റ് മിൽക്ക് കിട്ടുന്നുണ്ട്. എല്ലാ കുട്ടി പാൽ കുടിച്ച ഉടനെ എഴുന്നേറ്റ് കരയാണ്. പിന്നെ ബ്രസ്റ്റ് കറക്റ്റായിട്ട് കുടിക്കുന്നില്ല. ബ്രസ്റ്റ് മിൽക്ക് കുടിക്കുമ്പോൾ എന്ന് വെച്ചാൽ കംഫർട്ടബിളായിട്ട് കുടിക്കും. നോർമലി ബ്രസ്റ്റ് മിൽക്ക് സെക്രീഷൻ ഉണ്ടെങ്കിൽ ബേബി കറക്റ്റായിട്ട് കംഫർട്ടബിളായിട്ട് കുടിക്കും. എല്ലാ ബേബിക്ക് മിൽക്ക് കുറവാണെങ്കിൽ കൊച്ച് ഫൈറ്റ് ചെയ്യും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബേബി വലിക്കുക, വിടുക. പിന്നെ കുറേ മദറിന് നല്ല പെയിൻ ഉണ്ടാവും, കംഫർട്ടബിൾ അല്ലാണ്ട് ഫീൽ ചെയ്യും. അങ്ങനെയാണെങ്കിൽ ബ്രസ്റ്റ് മിൽക്ക് കുറവാണെന്ന് അർത്ഥം. പിന്നെ നമുക്ക് വെയിറ്റ് ഗെയിൻ അഡിക്വേറ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ വെയിറ്റ് ഗെയിനും അഡിക്വേറ്റ് ആണെങ്കിൽ ബേബിക്ക് ബ്രസ്റ്റ് മിൽക്ക് സെക്രീഷൻ അഡിക്വേറ്റ് ആണ്. പിന്നെ മദറിന് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് സയൻസ് ഉണ്ട് മദറിൽ. ഇപ്പം നമ്മൾ ഒരു സൈഡിൽ പാൽ കൊടുക്കുമ്പോഴത്തേക്ക് അപ്പുറത്തെ സൈഡിലും കൂടെ പാൽ ചൊറന്ന് വരുന്നുണ്ട്, പാൽ സെക്രീറ്റ് ആവുന്നുണ്ടെങ്കിൽ അത് അഡിക്വേറ്റ് മിൽക്ക് ഉണ്ടെന്നുള്ളതിൻ്റെ ഒരു സൈഡാണ്. പിന്നെ ഇടയ്ക്ക് തനിയെ പാൽ വരുന്നു ചെയ്യാം, അങ്ങനെയുണ്ടാവും. പിന്നെ നമ്മൾ ബ്രസ്റ്റ് മിൽക്ക് കൊടുത്ത് കഴിയുമ്പോൾ ഒരു ഫീൽ ഓഫ് റിലാക്സേഷൻ മദറിലുണ്ടാവും. ബേബി ഉറങ്ങുന്ന പോലെ തന്നെ മദറിന് ഉറക്കം വരും. ഒരു റെസ്റ്റ് ചെയ്യാനുള്ള ഒരു സെക്രീഷൻ വന്നിട്ടുണ്ട്. അത് ഹോർമോണൽ സെക്രീഷനാണ്, ഓക്സിറ്റോസിൻ. അത് സെക്രീറ്റ് ചെയ്തിട്ട് ഒരു റിലാക്സ് ചെയ്തിട്ടുള്ള മൂഡിലേക്ക് മദറും വരും. അങ്ങനെയൊക്കെ ആണെങ്കിൽ അഡിക്വേറ്റ് സെക്രീഷൻ ഉണ്ടെന്ന് അർത്ഥം. ഇപ്പം ഞാൻ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. താങ്ക് യു.